സൈക്കിൾ അഭ്യാസി അല്ലേ? പറയണ കേട്ടു. വെറും അഭ്യാസങ്ങൾ മാത്രമല്ല, പാട്ടും ഡാൻസും ചോലുവായനും ഒക്കെ ആയിട്ട് ആളുകളെ നല്ലപോലെ രസിപ്പിക്കണമെന്നും കേട്ടു. സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ കേട്ടത് പാടുന്നു, അത്രേ ഉള്ളൂ. നന്നായിരിക്കുന്നു. നല്ല സ്വരം, ഭാവമുണ്ട്. നാടുവാഴിക്കായാലും നാടോടിക്കായാലും സംഗീതം മനസ്സിൽ നിന്ന് വരണം, എങ്കിലേ ഭാവം ഉണ്ടാവൂ. പുള്ളി നടന്നോട്ടെ. ഈ പാണപ്പുഴയുടെ പാട്ട് കേട്ടാണ് ഞങ്ങൾ കാക്കരക്കടവുകാരുടെ ഓരോ ദിവസവും ആരംഭിക്കുക. എന്നും പുലർച്ചയ്ക്ക് ഈ പാട്ടിന് കാതോർക്കാൻ ഇവിടെ വരും. ശരീരം തണുക്കുന്നതോടൊപ്പം മനസ്സും തണുക്കും. കയറി വന്നോളൂ. വേണ്ട, അയിത്തോം തീണ്ടലും ഒന്നുമില്ല. താൻ കയറി വാ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവന്മാരെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുക, ജാതിയും മതവും നോക്കാതെ കണ്ടവരുമായി കൂട്ടുകൂടി നടക്കുക, മ്ലേച്ഛന് സംഗീതം പറഞ്ഞു കൊടുക്കുക. പണ്ടും കാരണവന്മാര് എന്റെ പേര് കാണുന്ന കുറ്റങ്ങളായിരുന്നു അതൊക്കെ. ഊരുതണ്ട് നടക്കുന്നവൻ, നാടിനും വീടിനും കൊള്ളരുതാത്തവൻ, താൻ തോന്നി, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. താനിരിക്ക. ഇരിക്കടോ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണമെന്ന് വെച്ചാൽ കാപ്പിയിടലും അത്യാവശ്യം കഞ്ഞി വെക്കലും ഒക്കെ തനിച്ചാണ്. ഒന്നും വേണ്ട. കുടുംബമൊക്കെ ഈശ്വരൻ കടം തന്ന ഭൂമിയില് അതിരുകളില്ലാത്ത ആകാശത്തിന്റെ ചുവട്ടില് ഒറ്റത്തടി. ഇതായിപ്പോ എന്റെ കുടുംബം. അടുത്തതായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സകലകലാ വല്ലഭനായ ശ്രീമാൻ ശംഖു നിങ്ങളെ ഏവരെയും രസിപ്പിക്കുന്നതിന് വേണ്ടി ചില കൺകെട്ട് പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി അവതരിപ്പിക്കുന്നത് പന്ത് എന്ന കുന്തം. കസ്തൂരി, ഏതാനും പന്തുകൾ കൊണ്ട് ചില കൺകെട്ട് വേലകൾ അദ്ദേഹം കാണിക്കാൻ പോവുകയാണ്. ആകാശത്തേക്ക് വലിച്ചെറിച്ച റബ്ബർ പന്ത് ജീവനുള്ള തവളയായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഒരു സഹോദരൻ ആ തവളയെ എടുത്തുകൊണ്ട് ചുട്ടുതിന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാ മറ്റൊരു പന്ത് തവളയായി ഞങ്ങളുടെ അംഗമായ പരമന്റെ പോക്കറ്റിലേക്ക് വീടിരിക്കുകയാണ്. കുട്ടിയെല്ലാം ചേർത്ത് കൈയടിച്ച് അടിക്കൈ. நம்ம பருவனுக்கு என்ன ஆச்சு? தெரியாது, பைத்தியம் பிடிச்சிருக்கு போல இருக்கு. இந்த பைத்தியம் ஏறி போச்சு. ஆமா, மாத்திரை பரமா. നീ വലിയ അഭ്യാസക്കാരൻ തന്നെ. അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും നിന്നെ പോലെ ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടുകയാണ് ഈ കൂട്ടത്തിൽ. എന്നെ കൊച്ചാക്കരുത്. എന്ത് പറ്റി? നിന്റെ അവളുടെയും തമാശ നാട്ടുകാർക്ക് നല്ലോണം സൂഹിക്കുന്നുണ്ട്, നിങ്ങളും നല്ലോണം സൂഹിക്കുന്നുണ്ട്. അതിനിപ്പോ എന്ത് വേണം? ഇങ്ങനെയാണെങ്കിൽ പരമനും ഒന്ന് സൂഹിക്കാൻ തീരുമാനിച്ചിരിക്കുക. സൂഹിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഞാൻ സൂഹിക്കും. സൂഹിച്ചോ? അയ്യോ നേരം പാതിരിയായിട്ടും അടങ്ങിയില്ലേ കാലമാടന്മാരെ? അയ്യോ, പ്രൊഫസർ പരമചേട്ടനല്ലേ? അതെ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ കറങ്ങിക്കൊണ്ടിരിക്കണ? അല്ല, പിന്നെ പരമചേട്ടനല്ലേന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞതോ? പരമൻ ചേട്ടനല്ല, പരമന്റെ ചേട്ടൻ. ഞങ്ങളെ ഇരട്ട പറ്റതാ. ഒരൊറ്റ ദിവസത്തെ വ്യത്യാസമാണ് ഞങ്ങളെ തമ്മില്. തലേ ദിവസം എന്നെ പ്രസവിച്ചു, ഞാൻ സർക്കസിന് പോയി. പിറ്റേ ദിവസം അവനെ പ്രസവിച്ചു, അവൻ സൈക്കിൾ യജ്ഞത്തിന് പോയി. ഇടയ്ക്കിടയ്ക്ക് അവനൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. അവൻ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മാസത്തേക്ക് ഇനി സൈക്കിളിൽ നിന്ന് ഇറങ്ങില്ല. അതാണല്ലോ സൈക്കിൾ യജ്ഞം. പറിച്ചു വെച്ച പോലുണ്ട്. പെറ്റ തള്ളയ്ക്ക് പോലും മാറിപ്പോവും. ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ പെറ്റുന്നു. അതെ, എന്താ ഏട്ടാ? അയ്യോ, ആ സ്ത്രീയെ സമ്മതിക്കണം.
ഞാനൊരു സത്യം പറഞ്ഞ ചേട്ടനും ചേച്ചിയും അവനെ വെറുക്കരുത്. പരമൻ ചേട്ടനെയോ? ഏയ്, പരമൻ തൽസ്വഭാവി, നല്ല ഒന്നാന്തര അഭ്യാസി. എന്റെ അനുജനായോണ്ട് പറയല്ല, സൗകര്യപ്പെട്ട ചേച്ചി അവനെ ഒന്ന് പരിചയപ്പെടണം. സ്ത്രീകളുമായിട്ട് അങ്ങനെ ചാടിക്കേറി പരിചയപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന മറ്റവന്റെ കാര്യമാണ്. ശംഖു എന്ന് പറഞ്ഞൊരുത്തൻ ഇവിടെ വരാറില്ലേ? വരാറില്ലെന്നു. കുറച്ചു നേരത്തെ അവൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയില്ലുള്ളൂ. അവൻ വന്ന വാരി കോരി കാശ്. ആ, തെറ്റിപ്പോയി. ഇതൊക്കെ അവന്റെ വേലകളാ. നിങ്ങളുമായിട്ട് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും സത്യം പറയാതിരുന്ന ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ. ചെറുപ്പക്കാരികളായ ഭാര്യമാരിലാണ് അവന്റെ നോട്ടം. തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കടുത്ത ഒരു പോലീസുകാരന്റെ ഭാര്യ അവൻ അടിച്ചോണ്ട് പോന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഒരു സ്വർണ്ണക്കടക്കാരന്റെ ഭാര്യ അടിച്ചോണ്ട് പോയി. കൊണ്ടോട്ടിൽ നിന്ന് ഒരു മുസ്ലിയാരുടെ ഭാര്യ അടിച്ചോണ്ട് പോയി. വയസ്സുകാലത്ത് ചേട്ടൻ വളരെ സൂക്ഷിക്കണം. ചേച്ചി നന്നേ ചെറുപ്പം. എത്രയായി? മുടിയോണ്ട് എങ്ങനെയാ കാറേറ്റി വലിക്കുക? സരസ് പറഞ്ഞല്ലോ. അത്രയ്ക്ക് ശക്തി ഉണ്ടാ? പിന്നെ ശക്തി ഉണ്ടാവൻ ഇരുമ്പാ തിന്നാ. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഉണ്ണിക്കുട്ടൻ. ശ്രീകുട്ടി വരണുണ്ടോ? ചെല്ലെ കാത്തേക്കണ. ഇപ്പൊ വരാട്ടോ. എവിടെ പോവാ? അമ്പലത്തില്. കൺകെട്ടറിയാന്ന് സരസ് പറഞ്ഞല്ലോ. അറിയോ? ഒന്ന് കാണിച്ചു തരാ. കാണാൻ വരണമെന്നൊക്കെ മോഹമുണ്ട്. അച്ഛൻ സമ്മതിക്കില്ല. ഒന്ന് കാണിച്ചു തരൂ. ഒന്ന് കാണിച്ചു തരൂ. ശരി. ഇത് കണ്ടല്ലോ, കണ്ടല്ലോ. പന്ത് എവിടെ പോയി? പന്ത് എവിടെ പോയി? പന്ത് പന്ത് തവളയാക്കോ? പന്ത് തവളയല്ല, പൂച്ചയാക്കാം. പൂച്ച അല്ല, ഈ പന്ത് വേണ്ട. ചേച്ചിയുടെ കയ്യിൽ എന്താ? നാളികേരം. നേരെ നോക്കിയേ. നാളികേരം ആണല്ലോ. ഇപ്പൊ നോക്കിയേ. വെറുതെ കുട്ടികൾക്ക് വേണ്ടി ഒരു തമാശ കാണിച്ചത്. ജീവിക്കാൻ വേണ്ടി ഒരു വേഷം. പൂച്ച പൂച്ചയുടെ വീട്ടിൽ പോയി. ശരി. ഒരുപാട് പഴക്കമുണ്ട്. ശബ്ദമൊന്നും ശരിയല്ല. ഇവനെ വിശ്രമ ജീവിതത്തിന് അയക്കേണ്ട കാലം കഴിഞ്ഞല്ലോ ശംഖു. ഒഴിവാക്കിക്കളാ. തെരുവിലായാലും അപശബ്ദം പാടില്ലല്ലോ. ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവൻ എന്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു തെരുവി വെച്ച് ആശാൻ എന്റെ കൈ തന്നതാ. ഇപ്പൊ ഇവന്റെ താളമാ എന്റെ താളം. അത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. പഠിക്കണേ. പഠിക്കണേ. ഇതിന്റെ തോലൊക്കെ ഒന്ന് മാറ്റി ചരടൊക്കെ ഒന്ന് മുറുക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കണം. ഒരു 3-4 ദിവസം പിടിക്കും. അതുവരെ തന്റെ ആവശ്യത്തിന് ഇത് വെച്ചോളൂ. എന്തിനാ മടിക്കണേ? വാങ്ങിച്ചോളൂ. പണി തീർത്ത് വെച്ചതാ. ആരും കൈവച്ചിട്ടില്ല. ഇവന്റെ തുടക്കം ഒരു നാടോടി താളത്തിലാവട്ടെ. ഇരിക്ക. വരാം വരാം. അറിയോ, കാക്കരക്കടവില് ഇയാളെ അറിയാത്തവരില്ല ഇപ്പോ. സൈക്കിൾ അഭ്യാസി. തരികിട അഭ്യാസം മാത്രമല്ല, സംഗീതവും ഉണ്ട് ആവശ്യത്തിന്. സാവിത്രിക്കുട്ടി എന്റെ മരുമകളാ. ഞാൻ ഇറങ്ങട്ടെ.